അപ്പോൾ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ ചില സമയത്തൊക്കെ കട്ടായി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മൂന്നാം പാട്ടൊക്കെ ഇടുന്നത്. ചിലതൊക്കെ ഞാൻ കട്ടായി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അത് ഫിനിഷാക്കി കാണിച്ചതാണ്. ഇത് ഫിനിഷാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഇത് കഴിഞ്ഞിട്ടോ, ഒരു പക്ഷേ ഒരെണ്ണം കൂടിയും ചെയ്യണം. ആ ഇത് കഴിഞ്ഞിട്ട് ശേഷം ഒരെണ്ണം കൂടിയും ചെയ്യാം. ആ വീണ്ടും ഞാൻ ചെയ്യാൻ പോകുന്നത് മറ്റേതാണ്, പ്ലേറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പ്ലേറ്റ് വലിയൊരു പ്ലേറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുറച്ച് സ്ഥലം ബാക്കിയുണ്ട് കേട്ടോ, അതിലൊരു വലിയൊരു പ്ലേറ്റാണ് ഞാൻ ചെയ്യുന്നത്. വലിയൊരു പ്ലേറ്റ് വരയ്ക്കുകയാണ് കേട്ടോ, വരയ്ക്കുക. റൗണ്ട് ഷേപ്പ് കിട്ടുന്നില്ലെങ്കിൽ കൈ കൊണ്ട് വരച്ചാൽ മതി. ജോമെട്രി ബോക്സിനുള്ള മറ്റേ ജോമെട്രി ബോക്സിൽ ആ റൗണ്ട് ഷേപ്പ് ഇല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ വരച്ചാൽ മതി. ഇനി മായ്ക്കാൻ നിൽക്കണ്ട കേട്ടോ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് പ്ലേറ്റ് അല്ല, നമ്മളൊരു ഇമോജിയാണ് ചെയ്യാൻ പോകുന്നത്. കണ്ണടച്ചിട്ട് ഇങ്ങനെയായിരിക്കും ഇമോജി. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വരച്ചിട്ട് ഇനി നമുക്ക് കളർ കൊടുക്കാം. മഞ്ഞ കളറാണ്. ഇതെല്ലാവർക്കും പറ്റുന്ന ഇമോജീസ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കണ്ണൊക്കെ മഞ്ഞ കളറാണ്. നമുക്കത് വെട്ടിപ്പോകും. കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും വന്നിട്ടില്ല, ഞാൻ പറഞ്ഞേക്കാം. എനിക്കിതൊന്നും നീറ്റ് ആയിട്ട് അത്രയ്ക്ക് വേണ്ട. അപ്പോൾ റൗണ്ട് ഷേപ്പ് നമുക്ക് വരയ്ക്കാൻ പറ്റാതൊക്കെ ആവും, ചിലപ്പോൾ കൈക്ക് നേരായില്ല. പക്ഷെ അത് കുഴപ്പമില്ല. ആ ഒരു പേജ് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു 10 പേജിൽ എന്താ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും എഴുതി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഫോൺ ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ആപ്സിൻ്റെ പേരൊക്കെ എഴുതി കൊടുക്കാം. അപ്പം ആപ്സിൻ്റെ പേരും അതിൻ്റെ അടിയിലായിട്ട് ഞാൻ ചെയ്യുന്നത്. കുറേ പേപ്പർ ഇങ്ങനത്തെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചെണ്ണം മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 3 എണ്ണമൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ. ആദ്യം അങ്ങനത്തെ ഒരു ഗൂഗിളിൻ്റെ മേലെ ഒരു സാധനം ഉണ്ടാവില്ലേ, ഗൂഗിളിൻ്റെ ഇത് സാധനമാണ് ഞാൻ വരയ്ക്കുന്നത്.
ഇനി യൂട്യൂബിൻ്റെ സീനാണ് ഞാൻ വരച്ചെടുക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമാണ് വരച്ചെടുക്കുന്നത്. നമ്മൾ പോക്കി ഗെയിംസ് ആണ്. പോക്കി ഗെയിംസ്, ഗൂഗിളിലൊരു ഗെയിമാണ് പോക്കി ഗെയിംസ്. വാട്സാപ്പ് വേണം നമുക്ക്. വാട്സാപ്പ് അപ്പം ആദ്യം അത് വാട്സാപ്പ് ചിത്രം ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ പോക്കി ഗെയിംസ് സോറി കോളിൻ്റെ ഒരു ഇത് വേണ്ട. കോളൊക്കെ വിളിക്കുമ്പോൾ അങ്ങനത്തെ സാധനം വേണ്ടേ. പിന്നെയാണ് നമ്മൾ പോക്കി ഗെയിംസ് അയച്ചു കൊടുക്കുന്നത്. ആൻഡ് പബ്ജി മതി. പബ്ജി ആ ഒരു ഗെയിം. ഒരാൾ തോക്ക് പിടിച്ച് നിൽക്കാൻ ചിത്രം മതി കേട്ടോ. തോക്കിൻ്റെ ചിത്രം കൊണ്ട് വരച്ചു കൊടുത്തോളൂ. അതൊക്കെ മതി. പിന്നെ പബ്ജി എന്നുള്ളൂ. പബ്ജിനൊക്കെ മേലെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ 5 എണ്ണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചൊന്നും മതി. ഈ ഇൻസ്റ്റാഗ്രാം വേണ്ട. ഈ 4 എണ്ണമെങ്കിലും ഒപ്പിക്കണം. പക്ഷേ 3 പേപ്പറുകളുള്ളൂ. അതുകൊണ്ട് 2 എണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ വാട്സാപ്പും യൂട്യൂബും മാത്രം അല്ല വേണ്ട. യൂട്യൂബ് വേണ്ട, വാട്സാപ്പും അതുപോലെ പബ്ജിൻ്റെ ആ ഒരു ഗെയിമും മതി. മേലെ അങ്ങനെ എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ പബ്ജി വേണ്ട, നമുക്ക് കോളിൻ്റെ അത് മതി. അപ്പോൾ എനിക്ക് വാട്സാപ്പും ഫോണും അത് മാത്രം മതി. പിന്നെ പബ്ജി യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും വേണ്ട. വെറുതെ അതിൽ ശേഷം എഴുതി കൊടുത്താൽ ഭംഗി കിട്ടും. കുറച്ച് ആപ്സ് നമ്മുടെ ഫോണിലുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ എഴുതി കൊടുത്താൽ മതി. ഫോൺ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ആൾക്കാരുടെ പേര്. അപ്പോൾ അമ്മ എഴുതാം. എഴുതി കൊടുത്തിട്ട് അച്ഛൻ എഴുതാം. എഴുതി കൊടുത്തിട്ട് എൻ്റെ അച്ഛൻ്റെ നമ്പർ എഴുതാം.
പിന്നെ ഏട്ടൻ്റെ നമ്പർക്ക് അങ്ങനെ എഴുതാം. പിന്നെ ഓരോരുത്തരും നിങ്ങൾക്ക് പരിചയമുള്ള നെയിമൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ നമ്പർ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ നമ്പറും പിന്നെ ആ ഫോണിൻ്റെ ബട്ടൺ എഴുതിയിട്ട് ഞാൻ കാണിച്ചു. കുറേ സമയം എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു വാട്സാപ്പിനുള്ളതും കംപ്ലീറ്റ് ആക്കി, എഴുതിയിട്ട് കംപ്ലീറ്റ് ആക്കി. അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ദേവു ലച്ചു എന്നാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് ദേവുട്ടി. അത് പറഞ്ഞതാണ്. അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അവളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഡാൻസർ ദേവു എന്നാണ്. എല്ലാവരും അവളുടെ വീഡിയോസിനും ഷോർട്സിനും ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതൊക്കെ സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം. നമുക്ക് നമ്മുടെ ഒരു വീഡിയോ ഇട്ട് കിടക്കാം. ദേവുട്ടി ലച്ചു മതി. നമുക്ക് ഇതിന് കളർ കൊടുക്കാം, ഇതിനും കളർ കൊടുക്കാം, ഈ രണ്ടാമത്തും കളർ കൊടുക്കാം. കളർ കൊടുത്തിട്ട് വരാം വയ്ക്കും. അപ്പോൾ നമ്മൾ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് മാത്രമേ കളർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇത് ഓറഞ്ച് കളറായി അറിയാണ്ട്, ഇത് റെഡ് ആയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ആദ്യം ചെയ്തപ്പോൾ റെഡ് ആയിരുന്നു, പക്ഷെ ഇത് ഓറഞ്ച് കളറായി. ഞാൻ ഇപ്പോൾ ചെയ്തു. പിന്നെ മറ്റേതൊക്കെ ഞാൻ കളർ എടുത്തില്ല, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ മറ്റേതൊക്കെ ഈ കുഞ്ഞി സാധനങ്ങൾ കുട്ടിക്കാൻ പോകണം. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ബാക്ക് ഇതാ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്ക് ഞാൻ ചെയ്തു. ഇതിനൊരു ലോക്ക് ഞാൻ ഇടുന്നുണ്ട്. അത് ഞാൻ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പം തന്നെ ആദ്യമേ തന്നെ ഇടാം. ആദ്യം നമുക്ക് ഇതാ എന്തൊരു വലുപ്പത്തിലുള്ളൊരു പീസ് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മളത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ബാക്കിൽ വേണ്ട ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വെറൈറ്റിക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ബാക്കിൽ അപ്പോൾ ഇങ്ങനെ ഈ പശ എടുക്കുന്നുണ്ട്. ഫേക്ക് തകർന്നു കുഴപ്പമില്ല. ഒന്നും ആയിട്ടില്ല കേട്ടോ ഗൈസ്. ഇത് തരുന്നില്ല. ജോമെട്രി ബോക്സിൻ്റെ ഈ സാധനത്തിലാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് പൊളിക്കിന് ഏറാൻ പറ്റുന്നില്ല. ഇതുകൊണ്ട് കുത്തട്ടോ പൊട്ടുന്നൊക്കെയറിയാം, ഇതല്ലാണ്ട് വേറെ വഴിയില്ല. നമ്മൾ ഇനി ഇതിനെ ചെയ്യാൻ പോവാണ്. ഓക്കെ, രണ്ടും കുഞ്ഞിതാക്കിയിട്ട് നമ്മൾ തൊട്ടിച്ച് കൊടുക്കാൻ പോകാം. ഒട്ടിച്ച് കൊടുക്കാൻ പോവാം.
പശയാക്കിയിട്ടുണ്ട്. ഇവിടെ പശയാക്കിയിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെൻസിൽ കയറ്റിയിട്ട് പിന്നെ ഇതാക്കട്ടെ, അല്ലെങ്കിൽ ഇതിന് അടർന്നു പോയി, അല്ലെങ്കിൽ ഇത് ഇടാൻ സ്ഥലം ഉണ്ടാവില്ല. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂല് എടുക്കുന്നുണ്ട്. ഇതെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് ഇടണം, വെള്ളപ്പൂടണം. ഓക്കെ, ഇതിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഒക്കെ പോരുന്നുണ്ട്. അതിൻ്റെ ഇവക്കായിട്ട് പശ ഒട്ടിച്ചിട്ടുണ്ട്. ഇതവിടെ പശ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. കവറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നതാണ് ഇനി മെയിൻ കേട്ടോ. ആദ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വെയിലോട്ട് മുന്നേ കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫോൺ അങ്ങോട്ട് തുറന്നിട്ട് ഉദ്ഘാടനം ചെയ്യാം. ഈ വക്കൊന്ന് ഇങ്ങനെ ഒന്ന് പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. പീസാക്കിയിട്ട് കൊടുത്തിട്ട് ഈ തമ്മി നമ്മൾ ബാക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ തുറന്നു കുറച്ചുണ്ട്. അതിനെയാണ് ഞാൻ ഒട്ടിക്കേണ്ടത്. അതാ ഇനി ഞാൻ ഒട്ടിക്കാൻ പോവാണ്. അത് ഞാൻ എൻ്റെ ബുക്കാക്കി എടുക്കാൻ പോവാണ്. എന്താ ഞാൻ ഇനി ഇവിടെ ആയിട്ട് പശ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്.
എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ആരുഷി ലക്ഷ്മിയാണ്. പക്ഷെ എന്നെ വിളിക്കുന്നത് ലച്ചു എന്ന് നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ച് കഴിഞ്ഞു. നാളെ ശരിക്കാക്കിയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ നമുക്ക് വെട്ടിയെടുക്കാം. ഷേപ്പാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ഷേപ്പായിട്ടില്ലെങ്കിൽ വെട്ടിയെടുക്കാം. എൻ്റെ കറക്റ്റ് ഷേപ്പായിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് വെട്ടിയെടുക്കുന്നത്. ഒട്ടിച്ച് വന്നപ്പോൾ ഞാൻ അങ്ങനെ ഷേപ്പാക്കി. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി നമുക്കിത് ഒട്ടിച്ച് കൊടുക്കണം. ഈ എഴുതി ഒട്ടിച്ച് കൊടുക്കണം. അപ്പം അതിന് ആയിട്ട് നമ്മൾ ബാക്കിൽ ഫുള്ളായിട്ടുള്ള ബാക്കിന് ഒരു ബാക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കും. ഒട്ടിച്ചു കേട്ടോ. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തുറക്കാൻ പറ്റും. നമ്മൾ ഇനി ഹാർട്ടാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഹാർട്ടാട്ടെ നമുക്ക് ഇനി ഒട്ടിച്ചു കൊടുക്കാൻ പോകേണ്ടത്.